ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാർബറേറ്റർ ഓവർഫ്ലോ എങ്ങനെ പരിഹരിക്കുക, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ഒരു കാർബറേറ്റർ ഓവർഫ്ലോ വരുന്നതെന്ന്, അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ വരികയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. പെട്രോൾ ലീക്ക് ആവുകയാണെങ്കിൽ സ്പാർക്കൊക്കെ വന്ന് പിന്നെ തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ സമയം കളയുമ്പോൾ വീഡിയോയിൽ പോയാൽ എങ്ങനെ ചെയ്യലെന്നില്ലേ കാണാം. ആദ്യം നമുക്ക് ഈ സൈഡ് കവർ പിന്നെ കാർബൻ്റെ ഫ്രണ്ട് 2 ബോൾട്ട് ഉണ്ടാവും, അതൊക്കെ ലൂസാക്കി കാർബറ്റും കൊണ്ട് പുറത്തേക്ക് ഊരിയെടുക്കാം. ആക്സിലറിൻ്റെ കേബിൾ വരുന്ന നോവ് ഒന്ന് അയച്ചെടുക്കാം. നമുക്ക് കാർബറേറ്റർ പുറത്തേക്ക് എടുക്കണമെങ്കിൽ ആ ഒരു ആക്സിലറിൻ്റെ കേബിൾ അതിമൊന്ന് ഒഴിവാക്കണം. ഊരിയെടുത്ത് ഫുള്ള് കരടാണ്, കണ്ടില്ലേ? കാർബൻ്റെ എയർ വലിക്കുന്നോടത്ത് കരട് കയറിക്കുന്നത് നല്ലോണം അയക്കുണ്ട്. അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ചിട്ട് പെട്രോൾ ഇട്ട് പുറമെ മാത്രം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ. അന്ന് പിന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ ഈ ഒരു പൾസർ വണ്ടിയൊക്കെ ആണെങ്കിൽ, എല്ലാ വണ്ടിയാണെങ്കിലും പൾസറിന് കൂടുതൽ ഈ സൈഡ് സ്റ്റാൻഡ് ഓവർ ചെരിവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വന്നാൽ ഈ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ഉണ്ടാവും. ഓവർ ചെരിവായാൽ ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് നല്ല ഉണ്ടാകും. അതും കൂടി ശ്രദ്ധിച്ച് കൊടുക്കണം. പിന്നെ ഏത് വണ്ടിയായാലും ചെരിവുണ്ടോ നോക്കണം. നല്ലോണം ചെരിവ് സ്റ്റാൻഡൊക്കെ നല്ലോണം ചെരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും കാര്യമില്ല, അത് ഓവർഫ്ലോ വരുമെന്ന്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കാർബൻ്റെ ഉള്ളിൽ അയക്കാൻ വേണ്ടിയിട്ട് പുറമല്ല ചേമ്പറത്തെ പെട്രോൾ സ്റ്റോക്ക് ചെയ്യുന്ന ആ ഭാഗം ഫസ്റ്റ് അയച്ചെടുക്കണം. താഴെ പെട്രോൾ സ്റ്റോക്ക് ചെയ്യുന്ന ഭാഗമാണ് നമുക്ക് അയച്ചെടുക്കേണ്ടത്. അത് 2 സ്ക്രൂ എടുത്തിട്ട് സ്റ്റാർ എടുത്തിട്ട് നമുക്ക് ഈ 2 സ്ക്രൂ ലൂസാക്കിയാൽ നമുക്ക് ആ ഒരു ഭാഗം അയക്കാൻ കിട്ടും. അതിനുള്ളിലാണ് നമ്മളെ ഫ്ലോട്ടിന് ഇടലേക്കുന്നത്. ഈ നീഡിലും ഈ ഫ്ലോട്ടിനെ കൊണ്ടാണ് ഈ ഓവർഫ്ലോ കൂടുതലും വരിക. ഈ നീഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുടുങ്ങി കിടന്നാലോ നമ്മളെ പെട്രോൾ കൂടൊക്കെ ഈ ടാങ്ക് ഭാഗത്തൂടെയൊക്കെ ടാങ്കിൽ കരടൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതലും ഈ ഒരു നീഡിൽ വന്ന് സ്റ്റോക്ക് ചെയ്യുക. നമ്മൾ അയച്ചതാൽ നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തോ കുടുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഓവർഫ്ലോ സംഭവിക്കൽ. പിന്നെ ഈ നീഡിലിന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും വരും. പിന്നെ കൂടുതൽ കാലമൊക്കെ വണ്ടി നിർത്തിയിട്ട വണ്ടിക്ക് ഓവർഫ്ലോ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ നീഡിൽ ഈ പൂപ്പലൊക്കെ കയറിയിട്ട് നീഡിൽ സ്റ്റക്കായി പോകണം. അപ്പോൾ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കി വെക്കണം. അപ്പോൾ കൂടുതൽ ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ്, ഈ നീഡിലിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓവർഫ്ലോ വരിക. നമുക്കിവിടെ ഈ നീഡിലിന് കുഴപ്പമൊന്നുമില്ല, സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. എന്നിപ്പോൾ ഇത് ഒരു വട്ടം ക്ലീൻ ചെയ്തിട്ട് കിട്ടിയില്ല, പിന്നെ നമ്മൾ ഈ നീഡിൽ മാറ്റുകയാണ് ചെയ്യുക. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കല്ല് കണ്ടില്ലേ, ഈ പെട്രോൾ കൂടെ എന്തോ ഇറങ്ങിയതാണ്. ആ ഒരു കല്ല് കുടുങ്ങിയിട്ടാണ് അവിടെ ഫുള്ളായിട്ട് ആ ഒരു നീഡിൽ ബ്ലോക്ക് ആവായിട്ടാണ് പെട്രോൾ ഇങ്ങനെ ഓവർഫ്ലോ വന്നത്. എന്നിപ്പോൾ എല്ലാ വണ്ടിക്കും ഈ ഒരു പ്രോബ്ലം ആയിക്കൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആ തട്ടിപ്പിളൊക്കെ കാണുന്നില്ല, എങ്ങോട്ടാണ് പോയെന്ന് എടുത്ത് കാണിച്ചു തരാൻ അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് പെട്രോൾ ടാങ്കൊക്കെ നോക്കി നോക്കുക. പെട്രോൾ ടാങ്കിൻ്റെ പ്രോബ്ലം കൊണ്ടും വരും. ഈ പെട്രോൾ ടാങ്കിൽ നല്ലോണം ഈ കരടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫുള്ള് നമ്മളെ ഈ കാർബറിലേക്കാണ് ഇറങ്ങുക. അന്നപ്പോൾ ആ കാർബറിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ കരട് എന്തെങ്കിലും പിന്നെ സ്റ്റക്കായിട്ട് നീഡിൽ സ്റ്റക്കായി പോകും. അന്നപ്പോഴാണ് ഈ കാർബറിൻ്റെ ഓവർഫ്ലോ കൂടുതലും സംഭവിക്കുക. അന്നപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ആയി. പിന്നെ എല്ലാ വണ്ടിക്കും ഈ ഒരു പ്രശ്നം ആവണമെന്നില്ല. അതുകൊണ്ട് പൾസറിനൊക്കെ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ ഈ സൈഡ് സ്റ്റാൻഡൊക്കെ ഓവർ ചെരിവുണ്ടാവും. എന്നപ്പോൾ ആ ചെരിവ് കൂടെ കാർബറേറ്റർ ഓവർഫ്ലോ കൂടുതലും കാണിക്കാറുണ്ട്. എന്നപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലും റെഡി ആയില്ലെങ്കിൽ ഈ കാർബൻ്റെ നീഡിലും ഫ്ലോട്ടും ഒന്ന് മാറ്റി കൊടുത്താൽ എന്തായാലും തീർച്ചയായും റെഡി ആവേണ്ടിയാണ്. പിന്നെ നമ്മൾ ആ ഒരു അയക്കുമ്പോൾ ഏതായാലും നീഡിലും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ആന്ന് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പുതിയ നീഡിലും ഫ്ലോട്ടും വാങ്ങുക. 10-250 രൂപ വരുന്നുള്ളൂ. നീഡിൽ 125 റുപ്യയും 70-80 റുപ്യ ഫ്ലോട്ടിന് വരുന്നുണ്ട്. നമ്മൾ ആ ഭാഗമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ടാങ്കൊക്കെ നോക്കി പക്ഷേ ടാങ്കിലൊന്നും വലിയൊരു ചളിയോ കാര്യങ്ങളോ തുരുമ്പോ ഒന്നുമില്ല. കൂടുതലും പൾസറിൻ്റെ ടാങ്ക് എന്നൊക്കെ വെച്ചാൽ പെട്ടെന്ന് വെള്ളം കയറിയിട്ട് ഈ ഒരു തുരുപ്പ് വന്ന് പ്രശ്നമൊക്കെ വരലുണ്ട്. അതുകൊണ്ട് അതൊന്ന് തീർച്ചയായും ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇതല്ലാതെ പെട്രോളിൻ്റെ എവിടുന്നോ ചെറിയൊരു തരി കുടുങ്ങിയതാണ്, അതിനെക്കൊണ്ടാണ് ആ ഒരു ബ്ലോക്ക് വന്നത്. അതുപോലെ നിങ്ങളെ വണ്ടി ഇങ്ങനെ ഓവർഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കുക. കരട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ
പിന്നെ കാർബൈൻ്റെ നീഡിലും ചെക്ക് ചെയ്ത് കൊടുക്കണം കൂടുതൽ കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു തീപ്പെട്ടിക്കുള്ളീൻ്റെ എടുത്തിട്ട് നമുക്ക് ആ ഒരു നീഡിലിൻ്റെ ഫിറ്റ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുക. അവിടെ എന്തെങ്കിലും പൂപ്പലോ ചെറിയ കരടോ എന്തെങ്കിലും സ്റ്റക്കായി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നീഡിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അന്നപ്പോഴാണ് ഇത് സ്റ്റക്കായിട്ട് നമ്മളെ ഓവർഫ്ലോ കൂടുതലും സംഭവിക്കാം. നമ്മൾ ആ ഭാഗം നല്ലോണം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഒരു പിന്നെ എയർ എടുത്തിട്ട് ഫുള്ള് ഹോൾസും എല്ലാ ഭാഗവും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കുടുങ്ങി കിടക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് ക്ലിയറായിട്ട് എയർ അടിച്ചു കൊടുക്കുക. അത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓവർഫ്ലോൻ്റെ ഭാഗമായി കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നോക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ നീഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ഉള്ളോട്ടായിട്ട് ഫിറ്റ് ചെയ്യണം. എന്നിപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്താലും ഓവർഫ്ലോ ഒക്കെ പോപ്പുലറായിട്ട് നീഡിൽ വർക്ക് ചെയ്തില്ലെങ്കിലും വരും. നമ്മളെല്ലാ വണ്ടീൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ വണ്ടിയും ഇതേ ഒരു കംപ്ലൈൻ്റ് ആണ് ഓവർഫ്ലോ ആയിട്ട് സംബന്ധിച്ച് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൾസറിൻ്റെ കാര്യം മാത്രം പറയുകയാണെന്ന് വെച്ചാൽ പൾസറിൻ്റെ ഈ ഒരു സൈഡ് സ്റ്റാൻഡിന് മാത്രമാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നത്. പിന്നെ കരടും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും ഇറങ്ങുകയാണെങ്കിലും ഇതേ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആ ഭാഗമൊക്കെ നീഡിലൊക്കെ നോക്കിയിട്ട് ഒന്ന് ക്ലിയർ അല്ലെങ്കിൽ ഇതൊന്ന് ഫിറ്റ് ചെയ്താൽ കയ്യിൽ നിന്ന് നീഡിലും ഫ്ലോട്ടും മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നീഡിലും ഫ്ലോട്ടും മാറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിപ്പോൾ ആ നീഡിൽ താഴെ പൊന്തി കളിക്കുക. നമ്മൾ പെട്രോൾ ഈ ഒരു കപ്പിൽ ഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫ്ലോട്ട് അങ്ങോട്ട് അടിഞ്ഞിട്ടാണ് ഈ ഒരു പെട്രോളിനെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നീഡിൽ ഏതെങ്കിലും സ്റ്റക്കായി കിടക്കുകയാണ് പെട്രോൾ പിന്നെ വന്നിട്ടാണ് ഈ ഒരു പിന്നെ അടിയത്തെ പിന്നെ ഓവർഫ്ലോൻ്റെ പൈപ്പ് കൂടെ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ഈ ഓവർഫ്ലോ വരുന്നത്. അതിനുശേഷം നമ്മൾ അതൊക്കെ ഫിറ്റ് ചെയ്ത് രണ്ട് ഇതും ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. മീനിൻ്റെ പ്രശ്നം എങ്ങനെയാണ് എല്ലാത്തിൻ്റെ ഇതാ എങ്ങനെയാണെന്നല്ല നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി കേബിൾ കുടുക്കി നമ്മൾ പെട്രോൾ പൈപ്പ് കുടുക്കിയിട്ട് ഒന്ന് ഓണാക്കി നോക്കുക. ഓണാക്കി ഒരു 2-3 മിനിറ്റ് വെച്ച് നമുക്കറിയാം ഓവർഫ്ലോ ഉണ്ടെങ്കിൽ. ഫസ്റ്റ് കണ്ട പോലെ നമുക്ക് ആ ഒരു ഓസ് കൂടെ ഓവർഫ്ലോൻ്റെ പൈപ്പ് കൂടെ പെട്രോൾ പുറത്തേക്ക് വരും. എന്നിപ്പോൾ ഇതേതായാലും അതിൻ്റെ പ്രോബ്ലം കൊണ്ടായോ ഇപ്പോൾ ഓവർഫ്ലോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നിങ്ങളെ വണ്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ എന്നിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ഓക്കെ.